ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ 3 ക്ലാസ്സുകളായിട്ട് നമ്മൾ റൈറ്റ് ആംഗിൾസ് ആൻഡ് സർക്കിൾസ്, അതുപോലെ കോഡ്, ആംഗിൾ ആൻഡ് ആർക്ക് എന്ന ഭാഗങ്ങളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചെയ്തത്. ഇന്ന് നമ്മൾ സർക്കിൾസ് ചാപ്റ്ററിലെ അടുത്ത ഭാഗമായിട്ടുള്ള സർക്കിൾ ആൻഡ് ക്വാഡ്രിലേറ്ററൽ എന്ന ഭാഗമാണ് നോക്കാൻ പോകുന്നത്. ക്വാഡ്രിലേറ്ററൽ എന്താണെന്ന് നമുക്കറിയാം. 4 സൈഡുള്ള പോളിഗണാണ് നമ്മൾ ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സർക്കിള്, ഇതൊരു സർക്കിളാണ്, ഇത് ഒരു ക്വാഡ്രിലേറ്ററൽ ആണ് കേട്ടോ. ഒരു സർക്കിള്, അതിൻ്റെ ഉള്ളിലൊരു ക്വാഡ്രിലേറ്ററൽ. ഈ ക്വാഡ്രിലേറ്ററലിന് ഞാൻ ABCD എന്ന് പേര് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഈ ക്വാഡ്രിലേറ്ററലിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ 4 മൂലകളായിട്ട് വരുന്ന 4 പോയിന്റ്സും ABCD, ഈ 4 പോയിന്റ്സും സർക്കിളുമ്മലാണ് കിടക്കുന്നത്. സർക്കിളിലാണ് ആ 4 പോയിന്റ്സും കിടക്കുന്നത്. അതാണ് ഈ ക്വാഡ്രിലേറ്ററലിന്റെ പ്രത്യേകത. 4 മൂലകളും സർക്കിളിലാണ് കിടക്കുന്നത്. ഇങ്ങനെ 4 മൂലകളും സർക്കിളിൽ കിടക്കുന്ന ക്വാഡ്രിലേറ്ററലുകളിന് നമ്മൾ പറയുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. ഓക്കെ, 4 മൂലകളും, ഒരു ക്വാഡ്രിലേറ്ററലിന്റെ 4 മൂലകളും സർക്കിളിലാണ് കിടക്കുന്നതെങ്കിൽ ആ ക്വാഡ്രിലേറ്ററലിന് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പറയും. ഓക്കെ, ഈ ക്വാഡ്രിലേറ്ററലിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ നോക്കുക, DCB എന്ന് പറഞ്ഞ ഒരു ആർക്ക് ആണ് അല്ലേ? DCB എന്ന് പറഞ്ഞ ഒരു ആർക്ക്. ഈ DCB എന്ന് പറഞ്ഞ ആർക്കിൽ കിടക്കുന്ന ആംഗിൾ ആണിത്. ഈ DCB എന്ന് പറഞ്ഞ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് BAD എന്ന് പറഞ്ഞ ആർക്ക്. അതിൽ കിടക്കുന്ന ആംഗിൾ ആണ് ഈ ആംഗിൾ. നമ്മൾ പഠിച്ചു, ആംഗിൾ ഇൻ ആൻ ആർക്ക് ആൻഡ് ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്ക് ആർ സപ്ലിമെന്ററി. ഒരു ആർക്കിൽ കിടക്കുന്ന ആംഗിളും അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ കിടക്കുന്ന ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് വരേണ്ടത്. അതായത് ആംഗിൾ A പ്ലസ് ആംഗിൾ C ഈക്വൽ ടു 180 ഡിഗ്രി. സിമിലർലി നോക്കുക, ADC എന്ന് പറഞ്ഞ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ABC എന്ന് പറഞ്ഞ ആർക്ക്. ADC എന്ന് പറഞ്ഞ ആർക്കിൽ കിടക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ADC. അതുപോലെ ABC എന്ന് പറഞ്ഞ ആർക്കിൽ കിടക്കുന്നതാണ് ABC എന്ന് പറഞ്ഞത് ഈ ആംഗിൾ. ഇത് 90 ഡിഗ്രി ഒന്നല്ല കേട്ടോ, ഒരു ആംഗിൾ. ഓക്കെ, ഇതേപോലെ ആംഗിൾസ്, പെയർ ഓഫ് ആംഗിൾസ് ഇൻ ആൻ ആർക്ക് ആൻഡ് ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്ക് ആർ സപ്ലിമെന്ററി. പെയർ ഓഫ് ആംഗിൾസ് കേട്ടോ, 2 ആംഗിൾ. പെയർ ഓഫ് ആംഗിൾസ് ഇൻ ആൻ ആർക്ക് ആൻഡ് ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്ക് ആർ സപ്ലിമെന്ററി. അപ്പൊ ഇവിടെ ആംഗിൾ B പ്ലസ് ആംഗിൾ D ഈക്വൽ ടു ആംഗിൾ B പ്ലസ് ആംഗിൾ D ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. ഒരു ക്വാഡ്രിലേറ്ററലിന്റെ 4 മൂലകളും സർക്കിളിലാണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അതാണ് സർക്കിൾ ആൻഡ് ക്വാഡ്രിലേറ്ററൽ എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഒരു ക്വാഡ്രിലേറ്ററലിന്റെ 4 മൂല സർക്കിളിലാണ് കിടക്കുന്നതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, സർക്കിൾ ആൻഡ് ക്വാഡ്രിലേറ്ററൽ എന്ന ഭാഗത്തിലെ ആദ്യത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലേറ്ററൽ ഇൻ ദ പിക്ചർ. നമുക്ക് ഈ പിക്ചറിൽ ഒരു ക്വാഡ്രിലേറ്ററൽ കാണാം. അപ്പൊ ഞാനതിന് ABCD എന്ന് പേര് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോ നമുക്ക് ആംഗിൾ Aയും ആംഗിൾ Bയും ആംഗിൾ Cയും ആംഗിൾ Dയും ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആംഗിൾ ACB 45 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുപോലെ ആംഗിൾ DBA 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ആംഗിൾ CAB അത് 50 ഡിഗ്രി തന്നിട്ടുണ്ട്. നമുക്കിനി കണ്ടെത്താനുള്ളത്, ഇപ്പോൾ ക്വാഡ്രിലേറ്ററൽ ABCDയുടെ ഓരോ ആംഗിൾ, ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C, ആംഗിൾ D, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ D ഈക്വൽ ടു, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എയുടെ ഇത്രയും ഭാഗം നമുക്കറിയാം, ഈ ഭാഗം കണ്ടുപിടിക്കണം. സിയുടെ ഇത്രയും ഭാഗം അറിയാം, ഈ ഭാഗം കണ്ടുപിടിക്കണം. ഡിയുടെ 2 ഭാഗങ്ങളും അറിയില്ല. ബിയുടെ ഇത്രയും ഭാഗം അറിയാം, ഈ ഭാഗം കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആംഗിൾ ഇൻ എ സെഗ്മെന്റ് ആർ ഈക്വൽ. ഒരു സെഗ്മെന്റിലുള്ള എല്ലാ ആംഗിളുകളും ഈക്വൽ ആണ്. അപ്പൊ നോക്കുക, AD എന്ന് പറഞ്ഞ കോഡ് എടുക്കുക. ഈ AD എന്ന് പറഞ്ഞ കോഡ് സർക്കിളിനെ ഇങ്ങനെ ഒരു സെഗ്മെന്റും ഇങ്ങനെ ഒരു സെഗ്മെന്റും ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്.
ഈ സെഗ്മെന്റ്, ഈ വലിയ സെഗ്മെന്റിലെ ആംഗിളുകളാണ് ആംഗിൾ എ ബി ഡിയും ആംഗിൾ എ സി ഡിയും. അപ്പൊ ഈ ആംഗിൾ 30 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. നമുക്ക് എഴുതാം ആംഗിൾ എ ബി ഡി ഈക്വൽ ടു ആംഗിൾ എ സി ഡി ഈക്വൽ ടു 30 ഡിഗ്രി. എന്താ അതിന്റെ കാരണം? ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു കോഡ് ഒരു സർക്കിളിനെ ലാർജർ പാർട്ടായിട്ടും സ്മോളർ പാർട്ടായിട്ടും ഡിവൈഡ് ചെയ്യും. ഈ കോഡിന്റെ രണ്ടറ്റം സർക്കിളിന്റെ ലാർജർ പാർട്ടിലെ പോയിന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളുകളൊക്കെയും സെയിം ആണ്. കോഡിന്റെ രണ്ടറ്റം സർക്കിളിന്റെ സ്മോളർ പാർട്ടിലെ ഒരു പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളുകളും സെയിം ആണ്. അപ്പൊ അത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്, ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. സിമിലർലി ഞാൻ ഇനി നോക്കുക, ഈ ബി സി എന്ന് പറഞ്ഞ കോഡ് എടുക്കുക. ബി സി എന്ന് പറഞ്ഞ കോഡ് എടുക്കുമ്പോൾ ഒരു സെഗ്മെന്റ്, ഇത് വേറൊരു സെഗ്മെന്റ്. ഈ ബി സി എന്ന് പറയുന്ന കോഡ് ഈ സർക്കിളിന്റെ ഈ സെഗ്മെന്റിലെ ഡി എ എന്ന് പറഞ്ഞ രണ്ട് പോയിന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളുകളാണ് ആംഗിൾ സി എ ബിയും ആംഗിൾ സി ഡി ബിയും. അപ്പൊ ഇത് 50 ആണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? 50 ആയിരിക്കും. എന്താ കാരണം? ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. അപ്പൊ അത് എഴുതാം, ആംഗിൾ ബി എ സി ഈക്വൽ ടു ആംഗിൾ ബി ഡി സി ഈക്വൽ ടു ബി എ സി എത്രയായിരുന്നു? 50 ആയിരുന്നു. ബി ഡി സി എത്രയാണ്? 50 ആണ്. ഓക്കെ. ഇനി ഇതുപോലെ വേറെ ഏതെങ്കിലും ആംഗിളുകൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇത് 45 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നോക്കുക, എ ബി എന്ന് പറഞ്ഞ കോഡ് എടുക്കുക. ഈ എ ബി എന്ന് പറഞ്ഞ കോഡ് സർക്കിളിനെ ഒരു സെഗ്മെന്റ് രണ്ടാമത്തെ സെഗ്മെന്റ് 2 സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് വലുതും ഒന്ന് ചെറുതും. ഈ വലിയ സെഗ്മെന്റില് എ ബിയുടെ രണ്ടറ്റം, സർക്കിളിലെ വലിയ സെഗ്മെന്റില് സർക്കിളിലെ എ ബിയുടെ രണ്ടറ്റം ഈ ഡിയും സി എന്ന് പറഞ്ഞ രണ്ട് പോയിന്റിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളാണ് ആംഗിൾ എ ഡി ബിയും ആംഗിൾ എ സി ബിയും. അപ്പോൾ ആംഗിൾ എ ഡി ബി ഈക്വൽ ടു ആംഗിൾ എ സി ബി ആയിരിക്കും. ഇത് 45 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 45 ആയിരിക്കും. ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. അപ്പോൾ ആംഗിൾ എ സി ബി ഈക്വൽ ടു ആംഗിൾ എ സി ബി ഈക്വൽ ടു ആംഗിൾ ബി ഡി എ ഈക്വൽ ടു 45 ഡിഗ്രി. ഇപ്പോൾ ആംഗിൾ ഡി ആയി, ആംഗിൾ സി ആയി. ആംഗിൾ എയും ആംഗിൾ ബിയും ഈ കഷ്ണവും കണ്ടുപിടിക്കാനുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഇപ്പോൾ ഈ ഒരു ക്വാഡ്രിലേറ്ററൽ ഉണ്ടല്ലോ, ഇതിൻ്റെ 4 മൂലകളാണ് എയും ബിയും സിയും ഡിയും അല്ലെ. എ ബി സി ഡി എന്ന് പറഞ്ഞ ക്വാഡ്രിലേറ്ററലിൻ്റെ 4 മൂലകളാണ് എയും ബിയും സിയും ഡിയും. ആ 4 മൂലകളും സർക്കിളിലല്ലേ കിടക്കുന്നത്. അപ്പോൾ ഈ ക്വാഡ്രിലേറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ്. സൈക്ലിക് ക്വാഡ്രിലേറ്ററലിന്റെ പ്രത്യേകത എന്തായിരുന്നു? അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. ആംഗിൾ എ മൊത്തമായിട്ട് നമുക്കറിയില്ല. ഈ കഷ്ണം കൂട്ടുന്നതാണ് ആംഗിൾ എ. അപ്പൊ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ബി എ സി, ആംഗിൾ ബി എ സി പ്ലസ് ആംഗിൾ ഡി എ സി, ആംഗിൾ ഡി എ സി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ. ഇനി ആംഗിൾ ബി എ സി എത്രയാണ്? ബി എ സി 50 ആണ്. 50 പ്ലസ് ആംഗിൾ ഡി എ സി, ആംഗിൾ ഡി എ സി പ്ലസ് ആംഗിൾ സി എത്രയാണ്? ആംഗിൾ സി 30 പ്ലസ് 45 75 ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ. അപ്പോൾ 50 പ്ലസ് 75 125. ആംഗിൾ ഡി എ സി പ്ലസ് 125 ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ഡി എ സി ഈക്വൽ ടു 180 മൈനസ് 125 വിച്ച് ഈസ് ഈക്വൽ ടു 55 ഡിഗ്രി. ഓക്കെ. ആംഗിൾ ഡി എ സി എത്രയാണ് കിട്ടുന്നത്? 55 ഡിഗ്രിയാണ്. അതായത് ഈ ആംഗിള് 55 ഡിഗ്രിയാണ്. ഓക്കെ. ഇനി ഡി സി എന്ന് പറഞ്ഞ കോഡ് നോക്കുക.
ഡി സി എന്ന് പറഞ്ഞ കോഡ് സർക്കിളിനെ ഈ ഒരു സെഗ്മെന്റും ഈ ഒരു സെഗ്മെന്റുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആംഗിൾ ഡി എ സിയും ആംഗിൾ ഡി ബി സിയും ഈ മുകളിലത്തെ സെഗ്മെന്റിലുള്ള ആംഗിൾസ് അല്ലേ, ആ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. അപ്പൊ ഇത് 55 ആണെങ്കിൽ ഇതും എത്രയാണ്? 55 ഡിഗ്രി. ഓക്കെ, ഇപ്പൊ എല്ലാ ആംഗിളുകളും ആയില്ലേ? അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. ആംഗിൾ എ 50 പ്ലസ് 55 105 ഡിഗ്രി. ആംഗിൾ ബി 55 പ്ലസ് 30 എത്രയാണ്? 85 ഡിഗ്രി. ആംഗിൾ സി 45 പ്ലസ് 30 75 ഡിഗ്രി. ആംഗിൾ ഡി എത്രയാണ്? 45 പ്ലസ് 50 95 ഡിഗ്രി. അപ്പോൾ ഇതാണ് ആ ക്വാഡ്രിലേറ്ററലിൻ്റെ 4 ആംഗിൾസ്. ഓക്കെ, നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് എന്താണ്? പുതുതായിട്ട് ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 4 ആംഗിളും കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതൊക്കെയായിരുന്നു? ആംഗിൾ എയും ആംഗിൾ സിയും. ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടി നോക്കുക. 105 പ്ലസ് 75 എത്രയാണ്? 180. ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഇതുപോലെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ആംഗിൾ ബി 85, ആംഗിൾ ഡി 95. 90 പ്ലസ് 80 170 പ്ലസ് 5 പ്ലസ് 5 10 180. അതും 180 ഡിഗ്രി അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ പി ആൻഡ് ക്യൂ ആർ ദ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ സർക്കിൾസ് ആൻഡ് എ ബി ആൻഡ് സി ഡി ആർ ലൈൻസ് ത്രൂ പി ആൻഡ് ക്യൂ. ഓക്കെ, അപ്പൊ ഫിഗർ നോക്കുക. ഫിഗറിൽ നമുക്ക് 2 സർക്കിൾ കാണാം. ഇതേ ഒരു വലിയ സർക്കിൾ, ഒരു ചെറിയ സർക്കിള്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഈ പി ക്യൂ എന്ന് പറഞ്ഞ 2 പോയിന്റ്സിൽ വെച്ചിട്ടാണ് ഈ സർക്കിൾ കൂട്ടിമുട്ടുന്നതാണ്. 2 സർക്കിളും കൂട്ടിമുട്ടുന്ന പോയിന്റുകളാണ് പിയും ക്യൂവും. എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഈ പിയിൽ കൂടെയും ക്യൂയിൽ കൂടെയും വരച്ചിട്ടുള്ള 2 ലൈൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് തെളിയിക്കേണ്ടത് വിത്ത് ദ പോയിന്റ്സ് എ ബി സി ഡി ഓൺ ദ സർക്കിൾസ്. എയും ബിയും സിയും ഡിയും ഒക്കെ സർക്കിളിൽ കിടക്കുന്ന പോയിന്റ്സ് ആണ്. അപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ആംഗിൾ എ പി ക്യൂ ആൻഡ് ആംഗിൾ ബി പി ക്യൂ. എ പി ക്യൂ എന്ന് പറഞ്ഞ ആംഗിളും ബി പി ക്യൂ എന്ന് പറഞ്ഞ ആംഗിളും കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യൂ പി ജോയിൻ ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എ പി ക്യൂ എന്ന് പറഞ്ഞാൽ ദേ ഈ ആംഗിളാണ്. ബി പി ക്യൂ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ്. ആ 2 ആംഗിളുകളും നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഹൗ മച്ച് ഈസ് ആംഗിൾ പി ക്യൂ സി? ആംഗിൾ പി ക്യൂ സി ദേ ഈ ആംഗിളാണ്. ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത് എത്രയെന്ന് കണ്ടുപിടിക്കണം. ഇനി ഈസ് ദ ക്വാഡ്രിലേറ്ററൽ സൈക്ലിക്. എ ബി സി ഡി എന്ന് പറഞ്ഞ ക്വാഡ്രിലേറ്ററലിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ക്വാഡ്രിലേറ്ററൽ സൈക്ലിക് ആണോ എന്ന് തെളിയിക്കണം. ആണോ അല്ലയോ എന്ന് ചോദിച്ചിരിക്കുകയാണ് നമ്മളോട്. അതിന്റെ കാരണം ആണെങ്കിൽ ജസ്റ്റിഫൈ. അതിന്റെ കാരണം എന്താണെന്ന് പറയാം. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം എ പി ക്യൂവും ബി പി ക്യൂവും കണ്ടുപിടിക്കണം. അപ്പോൾ ജോയിൻ പി ക്യൂ. പി ക്യൂ ജോയിൻ ചെയ്തു. പി ക്യൂ ജോയിൻ ചെയ്തപ്പോൾ എന്താ ഉണ്ടായത്? എ പി ക്യൂ ഡി എന്ന് പറഞ്ഞ ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ഉണ്ടായില്ലേ? എയും പിയും ക്യൂവും ഡിയും സർക്കിളിൽ കിടക്കുന്ന പോയിന്റ്സ് അല്ലേ? അപ്പോ എ പി ക്യൂ ഡി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ അല്ലേ? എ പി ക്യൂ ഡി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലേറ്ററലിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. അതായത് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എ പി ക്യൂ ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എ പി ക്യൂ ഈക്വൽ ടു 180 ഡിഗ്രി. സിമിലർലി ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ക്യൂ പി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ക്യൂ പി ഈക്വൽ ടു 180 ഡിഗ്രി. നമുക്കിപ്പോൾ എ പി ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് മതി. ഓക്കെ, അപ്പോൾ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എ പി ക്യൂ ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ഡി എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ആംഗിൾ ഡി എത്രയാണ്? 80 ആണ്. അപ്പോൾ ഇത് ഇംപ്ലൈസ് 80 പ്ലസ് ആംഗിൾ എ പി ക്യൂ, ആംഗിൾ എ പി ക്യൂ ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ പി ക്യൂ ഈക്വൽ ടു 180 മൈനസ് പ്ലസ് 80 ഇങ്ങോട്ട് പോകുമ്പോൾ -80 ഈക്വൽ ടു 180 മൈനസ് 80 എത്രയാണ്? 100 ഡിഗ്രി. ആംഗിൾ എ പി ക്യൂ എത്രയാണ്? അപ്പോൾ 100 ഡിഗ്രിയാണ്. എ പി ക്യൂ ഈ ആംഗിൾ എത്രയെന്ന് കിട്ടി? 100 ആണെന്ന് കിട്ടി. അപ്പോൾ എ പി ക്യൂ ആയി.
ഇനി എന്ത് കണ്ടുപിടിക്കണം? പി പി ക്യു കണ്ടുപിടിക്കണം. ബി പി ക്യു നോക്കുക, എ ബി എന്ന് പറഞ്ഞ ഒരു ലൈനിന്റെ മുകളിൽ കിടക്കുന്ന ലൈനല്ലേ ഈ പി ക്യു എന്ന് പറഞ്ഞ ലൈൻ. ഓക്കെ, അതായത് ആംഗിൾ എ പി ക്യൂവും ആംഗിൾ ബി പി ക്യൂവും ലീനിയർ പെയർ ആണ്. ലീനിയർ പെയർ ഓഫ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോ ആംഗിൾ എ പി ക്യു പ്ലസ് ആംഗിൾ ബി പി ക്യു ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ പി ക്യു നമുക്ക് 100 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 100 പ്ലസ് ആംഗിൾ ബി പി ക്യു ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് ആംഗിൾ ബി പി ക്യു ഈക്വൽ ടു 180 മൈനസ് 100, അതായത് 80 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ബി പി ക്യു എത്രയാണ്? 80 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ ആംഗിൾ എ പി ക്യു ആയി, ആംഗിൾ ബി പി ക്യു ആയി. നമുക്കിനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലെ ബി ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ആംഗിൾ പി ക്യു സി? ആംഗിൾ പി ക്യു സി എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആംഗിൾ പി ക്യു സി ഇതേ ഈ ആംഗിൾ ആണ്, പി ക്യു സി ഈ ആംഗിൾ. അപ്പൊ ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു ആംഗിൾ എ പ്ലസ് ആംഗിൾ എയും ആംഗിൾ ഡി ക്യു പിയും കൂട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ ഡി ക്യു പി ഈക്വൽ ടു 180 ഡിഗ്രി വരണം. എന്തുകൊണ്ടാണ്? എ പി ക്യു ഡി സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. രണ്ട് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി വരണം. അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ക്യു പി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ എത്രയാണ്? 100 ഡിഗ്രി. 100 പ്ലസ് ആംഗിൾ ഡി ക്യു പി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ഡി ക്യു പി ഈക്വൽ ടു 180 മൈനസ് 100 ഈക്വൽ ടു 80 ഡിഗ്രി. ഓക്കെ, ആംഗിൾ ഡി ക്യു പി എത്ര കിട്ടി? 80 ഡിഗ്രി എന്ന് കിട്ടി. ഈ ആംഗിൾ എത്രയാണ്? 80 ആണ്. ഇനി ഡി സി എന്ന് പറഞ്ഞ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ക്യു പി അതിന്റെ മുകളിൽ കിടക്കുന്ന ഒരു ലൈനാണ്. അപ്പൊ ഡി ക്യു പിയും സി ക്യു പിയും ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് ആണ്. ഈ രണ്ട് ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ് വരേണ്ടത്. അപ്പോ ആംഗിൾ ഡി ക്യു പി പ്ലസ് ആംഗിൾ പി ക്യു സി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ഡി ക്യു പി എത്രയാണ് നമുക്ക് കിട്ടി? 80 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 80 പ്ലസ് ആംഗിൾ പി ക്യു സി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ പി ക്യു സി ഈക്വൽ ടു 180 മൈനസ് 80 വിച്ച് ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? 100 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ ആംഗിൾ പി ക്യു സി എത്രയാന്ന് കിട്ടി? 100 ആണെന്ന് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതല്ല കണ്ടുപിടിക്കേണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും. പിന്നെ ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും. ഓക്കെ, സി ക്വസ്റ്റ്യൻ, ഈസ് ദ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക്? ഏത് ക്വാഡ്രിലാറ്ററലാണ്? എ ബി സി ഡി എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ബി സി ഡി ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആവണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി വരണം. എ ബി സി ഡിയുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ എയും ആംഗിൾ സിയും ആംഗിൾ ഡിയും ആംഗിൾ ബിയും. അപ്പൊ നമുക്ക് തെളിയിക്കേണ്ടത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. സിമിലർലി ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണെങ്കിൽ, ആ രണ്ട് പെയറും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് കിട്ടുന്നതെങ്കിൽ എ ബി സി ഡി എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണ്. അപ്പോൾ അതങ്ങനെയാണോ നമുക്ക് നോക്കാം. അതിന് ആംഗിൾ ബിയും ആംഗിൾ സിയും എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഈ രണ്ടാമത്തെ സർക്കിൾ എടുക്കുക. ഈ സർക്കിൾ നോക്കുമ്പോൾ പി ബി സി ക്യു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? നോക്കുക, പി ബി സി ക്യു 4 പോയിന്റുകളും സർക്കിൾ കിടക്കുന്ന പോയിന്റുകളാണ്. അപ്പോ പി ബി സി ക്യു ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. പി ബി സി ക്യു എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതിന്റെ അർത്ഥം ആംഗിൾ പി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി ആൻഡ് ആംഗിൾ ക്യു പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ പി എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്? 80 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആംഗിൾ സി കണ്ടുപിടിച്ചൂടെ? 80 പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി ഇംപ്ലൈസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി ഈക്വൽ ടു 100 ഡിഗ്രി. ആംഗിൾ സി എത്രയാണ്? 100 ഡിഗ്രിയാണ്. ഇത് എത്രയെന്ന് കിട്ടി? 100 ആണെന്ന് കിട്ടി. അതുപോലെ ആംഗിൾ ബി കണ്ടുപിടിച്ചൂടെ? ഇവിടെ ആംഗിൾ ക്യൂ എത്രയാണ്? ആംഗിൾ ക്യൂ 100 ആണ്. ആംഗിൾ ക്യൂ 100. അപ്പോൾ 100
plus angle B equal to 180 degree implies angle B equal to 180 minus 100 equal to 80 degree. Angle B എത്രയാണ് കിട്ടി? 80 ഡിഗ്രി ആണ് കിട്ടി. ഇത് എത്രയാണ്? 80 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? Q എത്രയാണ്? 100 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആംഗിൾ B ഈക്വൽ ടു 180. ഈ പ്ലസ് 100 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 100. അപ്പോൾ 180 മൈനസ് 100 എത്രയാണ്? 80 ഡിഗ്രി. സിമിലർലി അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തത്. പിക്ക് പകരം 80 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആംഗിൾ P എത്രയാണ്? 80 ആയതുകൊണ്ട്. ഇനി ആംഗിൾ C ഈക്വൽ ടു 180 ഇവിടെ തന്നെ വെച്ചു. ഈ പ്ലസ് 8 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 8. അപ്പോൾ ആംഗിൾ C ഈക്വൽ ടു 100 എന്ന് കിട്ടി. B എത്രയാണ്? 80 ആണ്. അപ്പോൾ B 80, C 100, D 80, A 100. ഇനി നമുക്ക് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ചെയ്ത് നോക്കാം. എ ബി സി ഡി സൈക്ലിക് ആണോ അല്ലയോ എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എത്രയെന്ന് നോക്കി നോക്കാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 100 പ്ലസ് 100 എത്രയാണ്? 200. ഓക്കെ. ഇനി ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി. ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി 80 പ്ലസ് 80 ഈക്വൽ ടു 160 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? 200 ആണ് വരുന്നത്. ആംഗിൾ ഡിയും ആംഗിൾ ബിയും കൂട്ടുമ്പോൾ എത്രയാണ്? 160 ആണ് വരുന്നത്. അപ്പോൾ ഇത് സൈക്ലിക് ആണോ? ഈ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ല. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 ഡിഗ്രി അല്ലേ വരേണ്ടത്? ഇത് 180 ഡിഗ്രി ആണോ വന്നിട്ടുള്ളത്? അല്ല. അതുപോലെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആംഗിൾ എയും ആംഗിൾ സിയും ആണ്. അത് കൂട്ടുമ്പോൾ 200 ആണ് വരുന്നത്. 180നേക്കാളും കൂടുതലാണ്. ആംഗിൾ ഡിയും ആംഗിൾ ബിയും കൂട്ടുമ്പോൾ 160 ആണ് വരുന്നത്. 180നേക്കാളും താഴെയാണ്. 180 അല്ല. അപ്പോൾ എ ബി സി ഡി എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ ഈസ് നോട്ട് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ബിക്കോസ് സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈസ് നോട്ട് ഈക്വൽ ടു 180 ഡിഗ്രി. അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the picture, the circles on the left and right intersect the middle circles at P, Q, R, S. Okay. അപ്പോൾ ഇതിൽ 3 സർക്കിൾ ഉണ്ട്. ഒന്നാമത്തെ സർക്കിള്, രണ്ടാമത്തെ സർക്കിള്, മൂന്നാമത്തെ സർക്കിള്. ഇടത് സൈഡിലും വലത് സൈഡിലുള്ള സർക്കിള് നടുവത്തെ സർക്കിളിനെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് പിയും ക്യൂവും ആറും എസും അല്ലേ? കാണുന്നില്ലേ? ഇത് ഇവിടെ കൂട്ടിമുട്ടുന്ന, ഇവിടെ ഈ സർക്കിളുമായിട്ട് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് പിയും ക്യൂവും. ഈ സർക്കിള് നടുത്ത സർക്കിളുമായിട്ട് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ആറും എസും. ദ ലൈൻസ് ജോയിനിങ് ദം മീറ്റ്സ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സർക്കിൾസ് അറ്റ് എ ബി സി ഡി. പി ആർ എന്ന് പറഞ്ഞ ഈ 2 പോയിന്റുകളെ ജോയിൻ ചെയ്യുന്ന ലൈൻ ലെഫ്റ്റും റൈറ്റും സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എയും സിയും. അതായത് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സിമിലർലി ക്യു എസ് എന്ന് പറഞ്ഞ 2 പോയിന്റുകളെ ജോയിൻ ചെയ്യുന്ന ലൈൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ബിയും ഡിയും. ഓക്കെ, അതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ബി ഡി എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ ആണ്. സിമിലർലി എ സി എന്ന് പറഞ്ഞ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഞാൻ ഇവിടെ വരച്ചുള്ളത്. ഈ ബോർഡിന്റെ ഒരു ഇറഗുലാരിറ്റി കൊണ്ടാണ് ഇങ്ങനെ പോണത്. പിന്നെ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ. എ സി. പ്രൂവ് ദാറ്റ് എ ബി ഡി സി ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. എ ബി ഡി സി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് തെളിയിക്കണം. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി വരണം. അപ്പോൾ നമുക്കിത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ഇത് തെളിയിക്കാൻ നമുക്കൊരു ആംഗിളുകളും തന്നിട്ടില്ല. അപ്പോൾ ഞാൻ ആംഗിൾ എ ഈക്വൽ ടു എക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അതായത് ആംഗിൾ പി എ ബി ഈക്വൽ ടു എക്സ്. ലെറ്റ് ആംഗിൾ പി എ ബി ഈക്വൽ ടു എക്സ്. ആംഗിൾ പി എ ബി എന്താക്കി എടുക്കുകയാണ്? എക്സ് ആക്കി എടുക്കുകയാണ്. ഇനി ജോയിൻ പി ക്യു ആൻഡ് ആർ എസ്. പി ക്യൂവും ആർ എസും എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ജോയിൻ പി ക്യു ആൻഡ് ആർ എസ്. എന്തിനാണ് പി ക്യു ആർ എസും ജോയിൻ ചെയ്യുന്നത്? തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പി ക്യൂം ആർ എസും ജോയിൻ ചെയ്യുക. പി ക്യു ആർ എസും ജോയിൻ ചെയ്തപ്പോൾ നോക്കി, എനിക്ക് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, 2 സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, 3 സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കിട്ടിയില്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പി ക്യൂം ആർ എസും ജോയിൻ ചെയ്തത്. നോക്കുക, എ പി ക്യു ബി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. പി ആർ എസ് ക്യു അനദർ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. നോക്കുക, ആർ സി ഡി എസ് അനദർ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഇതിൽ 3 സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വന്നു. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ നോക്കുക, ഈ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരേണ്ടത്? 180 ഡിഗ്രി. എന്തുകൊണ്ടാണ്? എ പി ക്യു ബി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. എ പി ക്യു ബി ഈസ് എ
cyclic quadrilateral. So angle PAB plus angle BQP equal to 180 degree. PAB ഞാൻ എന്താക്കി എടുത്തിട്ടുണ്ട്? X ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ X പ്ലസ് ആംഗിൾ BQP ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ BQP ഈക്വൽ ടു 180 മൈനസ് എക്സ്. ഈ ആംഗിൾ എത്രയാണ് വരുന്നത്? 180 മൈനസ് എക്സ് ആണ് വരുന്നത്. അപ്പോൾ രണ്ട് ആംഗിൾ സപ്ലിമെൻ്ററി ആണെങ്കിൽ ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ മറ്റേ ആംഗിൾ എത്രയാണ് വരിക? 180 മൈനസ് എക്സ് ആണ് വരിക കേട്ടോ. ഒന്ന് മനസ്സിലാക്കുക, രണ്ട് ആംഗിൾ സപ്ലിമെൻ്ററി ആണ്. രണ്ട് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണ് വരുന്നതെങ്കിൽ ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ മറ്റേ ആംഗിൾ എത്ര വരിക? 180 മൈനസ് എക്സ് ആണ്. അതുപോലെ നോക്കുക, ഈ ബി ഡി എന്ന് പറഞ്ഞ ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. ആ സ്ട്രേറ്റ് ലൈനിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു ലൈനാണ് പി ക്യു. അപ്പൊ ആംഗിൾ ബി ക്യു പിയും ആംഗിൾ ഡി ക്യു പിയും ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് അല്ലേ? ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് വരേണ്ടത്? 180 ഡിഗ്രി ആണ് വരേണ്ടത്. അപ്പൊ അതെങ്ങനെ എഴുതാം? ആംഗിൾ ബി ക്യു പി പ്ലസ് ആംഗിൾ ബി ക്യു പി പ്ലസ് ആംഗിൾ പി ക്യു എസ്. ബി ക്യു പിയും പി ക്യു എസും അത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരേണ്ടത്? 180 ആണ് വരേണ്ടത്. ആംഗിൾ ബി ക്യു പി എത്രയാണ് നമുക്ക് കിട്ടി? 180 മൈനസ് എക്സ് ആണ്. 180 മൈനസ് എക്സ് പ്ലസ് ആംഗിൾ പി ക്യു എസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ പി ക്യു എസ് ഈക്വൽ ടു 180 മൈനസ് ഈ പ്ലസ് 180 ഇങ്ങോട്ട് പോകുമ്പോൾ 180, ഈ 180 ആണിത്. ഈ പ്ലസ് 180 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 180, ഈ മൈനസ് എക്സ് ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് എക്സ്. 180 മൈനസ് 180 0. അപ്പോൾ ആംഗിൾ പി ക്യു എസ് ഈക്വൽ ടു എക്സ്. ഈ ആംഗിൾ എത്രയാണെന്ന് കിട്ടി? എക്സ് ആണെന്ന് കിട്ടി അല്ലേ? ഇനി ആംഗിൾ പി ക്യു എസ് എക്സ് ആണ്. പി ക്യു എസ് ആർ എന്ന് പറഞ്ഞാൽ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ അല്ലേ? ഒരാംഗിൾ, അതിൻ്റെ ഒരാംഗിൾ ഓപ്പോസിറ്റ് ആംഗിൾസിൽ ഒരാംഗിൾ എക്സ് ആണെങ്കിൽ മറ്റേ ഓപ്പോസിറ്റ് ആംഗിൾസ് എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആർ സപ്ലിമെന്ററി. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് എക്സ്. ഇതേപോലെ നമുക്ക് അതിൻ്റെയും സ്റ്റെപ്പ് എഴുതാം. ഓക്കെ, പി ക്യു എസ് ആർ ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. പി ക്യു എസ് ആർ എന്താണ്? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്. അതായത് ആംഗിൾ പി ക്യു എസ് പ്ലസ് പി ക്യു എസ് പ്ലസ് പി ആർ എസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, പി ക്യു എസ് എക്സ് ആണെങ്കിൽ പി ആർ എസ് എത്ര വരിക? 180 മൈനസ് എക്സ് ആണ് വരിക. അപ്പൊ ആംഗിൾ പി ആർ എസ് ഈക്വൽ ടു 180 മൈനസ് എക്സ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, രണ്ട് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ് വരേണ്ടത്. ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ മറ്റേ ആംഗിൾ എത്രയാണ് വരിക? 180 മൈനസ് എക്സ് ആണ് വരിക. രണ്ട് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി വരണം. ഒരു ആംഗിൾ 60 ആണെങ്കിൽ മറ്റേത് എത്രയാണ് വേണ്ടത്? 120 അല്ലേ? 60 ആണെങ്കിൽ മറ്റേ 120 ആവും. 120 എന്ന് പറഞ്ഞാൽ 180 മൈനസ് 60 അല്ലേ 120? അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ പി ആർ എസ് 180 മൈനസ് എക്സ് ആണ്. ഇനി ഈ ആംഗിളും ഈ ആംഗിളും നോക്കുക, പി സി സ്ട്രേറ്റ് ലൈൻ ആണ്, ആർ എസ് അതിന്റെ മുകളിൽ കിടക്കുന്ന ഒരു ലൈനാണ്. അപ്പോൾ ഇത് രണ്ടും ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് ആണ്. ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇത് എത്രയാ വേണ്ടത്? അത് എക്സ് ആണ് ആവുക. നമ്മളിത് ഇവിടെ ചെയ്ത് അതേ സ്റ്റെപ്പ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് കിട്ടും? എക്സ് ആണ് കിട്ടും. അത് നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക. ഓക്കെ, ഇനി ആർ എസ് ഡി സി എന്ന് പറഞ്ഞ ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ അല്ലേ? ആർ എസ് ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. ഓക്കെ, ആർ എസ് ഡി സി എന്താണ്? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്. ആർ എസ് ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഈ എസ് ആർ സിയും എസ് ഡി സിയും. സൈക്ലിക് ക്വാഡ്രിലേറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. ഇത് എക്സ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ ഇതാണ്. ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ് അല്ലേ? അപ്പോ നോക്കാം, ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയായി? 180 മൈനസ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്തായിരുന്നു തെളിയിക്കാനുണ്ടായിരുന്നത്? എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്നാണ് നമുക്ക് തെളിയിക്കാനുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എ ബി ഡി സി എന്ന് പറഞ്ഞ ക്വാഡ്രിലേറ്ററൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ എ ബി ഡി സി ക്വാഡ്രിലേറ്ററലിൻ്റെ ഏതെങ്കിലും ഒരു പെയർ ഓപ്പോസിറ്റ് ആംഗിൾ
അതിൻ്റെ സമ്മ് 180 ആവുകയാണെങ്കിൽ ABC സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ്. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ എയും ആംഗിൾ ഡിയും, ആംഗിൾ ബിയും ആംഗിൾ സിയും. ഇപ്പോൾ ഒരു പെയർ ഒന്നുകിൽ ആംഗിൾ എയും ആംഗിൾ ഡിയും അല്ലെങ്കിൽ ആംഗിൾ ബിയും ആംഗിൾ സിയും, ഒരു പെയറിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയാൽ മതി. ഒരു പെയറിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയാൽ ഓട്ടോമാറ്റിക്കലി മറ്റേതിൻ്റെ സമ്മ് എത്രയായിരിക്കും? മറ്റേ പെയറിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. കാരണം ഒരു ക്വാഡ്രിലേറ്ററലിൻ്റെ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി, ഒരു ക്വാഡ്രിലേറ്ററലിൻ്റെ 4 ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 360 ഡിഗ്രിയാണ് വരേണ്ടത്. അപ്പോൾ ഒരു പെയർ കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണ്. ടോട്ടൽ 360 വരണമെങ്കിൽ മറ്റേ 2 പെയറും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി വരണം. അപ്പോൾ ഇത് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണെന്ന് തെളിയിച്ചാൽ മതി അല്ലേ? നോക്കുക, ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്താ നോക്കുക. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ എ എത്രയാണ്? എക്സ് ആണ്. എക്സ് പ്ലസ് ആംഗിൾ ഡി എത്രയാണ്? 180 മൈനസ് എക്സ്. എക്സ് മൈനസ് എക്സ് എന്താണ്? 0. എക്സും എക്സും കട്ടായി പോവും. അപ്പം ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എത്രയാണ്? 180 ഡിഗ്രി ആണ്. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 180 ഡിഗ്രി ആണ്. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 180 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഓൾസോ ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ബി പ്ലസ് ആംഗിൾ സിയും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ദെർഫോർ ABDC സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്. കാരണം എന്താണ്? അതിൻ്റെ 2 പെയർ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോഴും 180 ഡിഗ്രിയാണ് നമുക്ക് സമ്മ് കിട്ടുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ.